കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 391, സൂറത്തുൽ അറാഫ് ആയത്തുകൾ 100 മുതൽ 127 വരെ, പേജ് നമ്പർ 635. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർള من بعد أهلها أن لو نشاء أصبناهم بذنوبهم ونطبع على قلوبهم فهم لا يسمعون. تلك القرى نقص عليك من أنبائها ولقد جاءتهم رسلهم بالبينات فما كانوا ليؤمنوا بما كذبوا من قبل كذلك يطبع الله على قلوب الكافرين وما وجدنا لأكثرهم من أحد وإن وجدنا أكثرهم لفاسقين. ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين. وقال موسى يا فرعون إني رسول من رب العالمين حقيق على ألا أقول على الله إلا الحق قد جئتكم ببينة من ربكم فأرسل معي بني إسرائيل. قال إن كنت جئت بآية فأت بها إن كنت من الصادقين. فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين. قال الملأ من قوم فرعون إن هذا لساحر عليم يريد أن يخرجكم من أرضكم فماذا تأمرون. قالوا أرجه وأخاه وأرسل في المدائن حاشرين يأتوك بكل ساحر عليم. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم لمن المقربين. قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين. قال ألقوا فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما يأفكون. فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا صاغرين.
وألقي السحرة ساجدين قالوا آمنا برب العالمين قالوا آمنا برب العالمين رب موسى وهارون قال فرعون آمنتم به قبل أن آذن لكم إن هذا لمكر مكرتموه في المدينة لتخرجوا منها أهلها فسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ثم لأصلبنكم أجمعين قالوا إنا إلى ربنا منقلبون وما تنقم منا إلا أن آمنا بآيات ربنا لما جاءتنا ربنا أفرغ علينا صبرا وتوفنا مسلمين وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 392, പേജ് നമ്പർ 635, സൂറത്തുൽ അഅറാഫ് ആയത്ത് 100. അവലം യഹ്ദിലില്ലദീന യരിസൂനൽ അർദ മിൻ ബഅദി അഹ്ലിഹാ. ഈ ഭൂമിയിൽ നിവസിച്ചിരുന്ന ആ നശിപ്പിക്കപ്പെട്ട കൂട്ടരുടെ പിന്നാലെ ഇതിൻ്റെ അവകാശികളായി വന്നിട്ടുള്ള ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? അല്ലൗ നശാഉ അസ്വബ്നാഹും ബിദുനൂബിഹിം. ഇവരുടെ പാപങ്ങൾ നിമിത്തം നാം ഉദ്ദേശിക്കുന്ന പക്ഷം ഇവർക്ക് ശിക്ഷ ഏൽപ്പിക്കുമെന്ന്. വനതുബഉ അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയങ്ങളിൽ നാം മുദ്ര വയ്ക്കുമെന്നും. ഫഹും ലാ യസ്മഊൻ. അങ്ങനെ അവർ യാതൊന്നും കേട്ടു മനസ്സിലാക്കാത്തവരായിത്തീരുമെന്ന്. ഹൃദയങ്ങളിൽ മുദ്രവയ്ക്കുക എന്ന് വെച്ചാൽ ഹൃദയങ്ങളെ മരവിപ്പിക്കുക അഥവാ ഉപയോഗശൂന്യമാക്കി കളയുക എന്ന് സാരം. അപ്പോൾ എന്തു കേട്ടാലും യാതൊരു പ്രയോജനവും ഇല്ലാതെയായിത്തീരും. ആയത്ത് 101. തിൽക്കൽ ഖുറാ നഖുസ്സു അലൈക മിൻ അംബാഇഹാ. ആ രാജ്യങ്ങളാകട്ടെ അവയുടെ ചില വാർത്തകൾ നിനക്ക് നാം വിവരിച്ചു തരികയാണ്. വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാതി, പേജ് 636. വ്യക്തമായ തെളിവുകളുമായി അവരുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഫമാ കാനൂ ലിയുമിനൂ ബിമാ കദ്ദബൂ മിൻ ഖബൽ. മുമ്പ് അവർ കളവാക്കിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ ഒരിക്കലും അവർ വിശ്വസിക്കുകയുണ്ടായില്ല. കദാലിക യത്ബഉ അല്ലാഹു അലാ ഖുലൂബിൽ കാഫിരീൻ. നിഷേധികളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു അപ്രകാരം മുദ്രവെക്കുന്നതാകുന്നു. കേട്ടു മനസ്സിലാക്കുവാനും സത്യത്തിന് വില കൽപ്പിക്കുവാനും തയ്യാറുള്ളവർക്ക് മാത്രമേ ഇത് ഫലപ്പെടുകയുള്ളൂ. നിഷേധവും ധിക്കാരവും പതിവാക്കിയവരോട് എത്ര ഉപദേശിച്ചാലും ഫലം കാണാത്തത് അതുകൊണ്ടാണ്. ആയത്ത് 102. വമാ വജദ്നാ ലി അക്സരിഹിം മിൻ അഹദ്. അവരിൽ മിക്ക പേർക്കും യാതൊരു കരാറും പാലിക്കുന്ന സ്വഭാവം നാം കണ്ടില്ല. മനുഷ്യൻ ജന്മവാസന മൂലമോ പ്രവാചകന്മാരുടെ പ്രബോധനം മൂലമോ വിവരം കിട്ടുന്ന വിഷയങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ പ്രതിജ്ഞാബദ്ധനാണ്. അള്ളാഹുവിനോടുള്ള കരാറാണത്. അതുപോലെ രോഗത്തിലോ ദാരിദ്ര്യത്തിലോ അകപ്പെട്ടാൽ ഈ വിഷമത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ ഇന്ന പോലെ ചെയ്യാമെന്ന് പലരും പറയാറുണ്ടല്ലോ. അതും അള്ളാഹുവിനോടുള്ള കരാറാണ്. കരാർ പാലിക്കുന്നവർ വളരെ കുറവാണ്. വഇൻ വജദ്നാ അക്സറഹും ലഫാസിഖീൻ. അവരിൽ അധികം പേരെയും താന്തോന്നികളായിട്ടാണ് നാം കണ്ടത്.
കരാറുകളെപ്പറ്റിയോ ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയോ യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന സ്വഭാവക്കാരാണ് അധിക പേരും. ആയത്ത് 103. ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه. പിന്നെ അവർക്കു ശേഷം ഫിർഔന്റെയും അവൻ്റെ സഭക്കാരുടെയും നേരെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം മൂസായെ അയച്ചു. ഫളലമു ബിഹ. അപ്പോൾ അവർ ആ ദൃഷ്ടാന്തങ്ങളോട് അക്രമം പ്രവർത്തിച്ചു. ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. അപ്പോൾ നോക്കൂ ആ കുഴപ്പമുണ്ടാക്കുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. ആയത്ത് 104. വഖാല മൂസ യാ ഫിർഔൻ ഇന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. മൂസ പറഞ്ഞു, ഫിർഔനെ, ഞാൻ ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൂതനാകുന്നു. പേജ് 637. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടത് ഉപദേശിക്കുവാനും കാണിച്ചു തരുവാനും അയക്കപ്പെട്ടവനാകുന്നു ഞാൻ. ആയത്ത് 105. ഹഖീഖുൻ അലാ അൻ ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ്. അല്ലാഹുവിൻ്റെ പേരിൽ സത്യമല്ലാതെ യാതൊന്നും പറയാതിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നു. ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സുവ്യക്തമായ തെളിവുമായി നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നു. ഫഅർസിൽ മഅയ ബനീ ഇസ്രായീൽ. അതിനാൽ ഇസ്രായേൽ സന്തതികളെ എൻ്റെ കൂടെ നീ വിട്ടയക്കണം. ഇസ്രായേലിനെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഖിബ്തി അഥവാ കോപ്റ്റിക് വംശജരായിരുന്നു ഈജിപ്തിലെ ഭരണാധികാരികൾ. അവരിൽപ്പെട്ട ഫിർഔനും പ്രഭൃതികളും ഇസ്രായേലിനെ കഠിനമായി ജോലികൾ ചെയ്യിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ജനതയെ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നതോടുകൂടി അവരെ ഫറവമാരുടെ അടിമത്തത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും മോചിപ്പിക്കുവാനും മൂസാ നബി അലൈഹിസ്സലാം ശ്രമങ്ങൾ നടത്തി. ആയത്ത് 106. ഖാല ഇൻ കുൻത ജിഅത ബിആയത്തിൻ ഫഅതി ബിഹാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ഫിർഔൻ പറഞ്ഞു, നീ വല്ല ദൃഷ്ടാന്തവുമായി വന്നിട്ടുള്ളവനാണെങ്കിൽ അതിങ്ങോട്ട് കൊണ്ടുവാ, നീ നേര് പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ. ആയത്ത് 107. ഫഅൽഖാ അസ്വാഹു ഫഇദാ ഹിയ സുഅബാനും മുബീൻ. അപ്പോൾ അദ്ദേഹം തൻ്റെ വടി താഴെയിട്ടു, അപ്പോഴതാ ആ വടി പ്രത്യക്ഷ സർപ്പമായി തീരുന്നു. ആയത്ത് 108. വനസഅ യദഹു ഫഇദാ ഹിയ ബൈദാഉ ലിന്നാദിരീൻ. അദ്ദേഹം തൻ്റെ കൈ പുറത്തെടുത്തു, ആ കൈ നോക്കുന്നവർക്ക് വെളുത്തതായി തീർന്നു. ആയത്ത് 109. ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന. ഫിർഔന്റെ ജനതയിൽ നിന്നുള്ള പ്രമാണികൾ പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. നിശ്ചയമായും ഇവൻ നല്ല അറിവുള്ള ജാലവിദ്യക്കാരനാകുന്നു. ആയത്ത് 110. യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും. നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നു. ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ അവരിലെ പ്രമാണികൾ തമ്മിൽ പറയുന്നതാണിത്. പ്രവാചകനെ അവരുടെ സാമൂഹ്യ ശത്രുവായി കുറ്റം ആരോപിക്കുകയാണ്. നിങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണ് ഇയാൾ എന്നാണ് അവർ ജനങ്ങളോട് പറയുന്നത്. ഫമാദാ തഅ്മുറൂൻ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്? ഇവനെതിരിൽ എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 393, പേജ് 638, സൂറത്തുൽ അഅറാഫ്, ആയത്ത് 111. ഖാലു അർജിഹ് വഅഖാഹു. അവർ പറഞ്ഞു, അവനും അവൻ്റെ സഹോദരനും അവധി കൊടുക്കുക. വഅർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ. ആളുകളെ വിളിച്ചുകൂട്ടുന്നവരെ പട്ടണങ്ങളിൽ അയക്കുകയും ചെയ്യുക. 112 ആയത്ത്. യഅ്തൂക ബികുല്ലി സാഹിരിൻ അലീം. അറിവുള്ള എല്ലാ ജാലവിദ്യക്കാരെയും അവർ നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ. ആയത്ത് 113. വജാഅ അസ്സഹറതു ഫിർഔന. ജാലവിദ്യക്കാർ ഫിർഔന്റെ അടുക്കൽ വന്നു. ഖാലു ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. അവർ പറഞ്ഞു, ജേതാക്കൾ ഞങ്ങളായിത്തീർന്നാൽ തീർച്ചയായും ഞങ്ങൾക്ക് തക്കതായ പ്രതിഫലം വേണം. ആയത്ത് 114. ഖാല നഅം വ ഇന്നകും ലമിനൽ മുഖറബീൻ. ഫിർഔൻ പറഞ്ഞു, അതെ, മാത്രമല്ല നിശ്ചയമായും നിങ്ങൾ സാമീപ്യം നൽകപ്പെട്ടവരുമാകുന്നു. നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് നാം ഉയർന്ന പദവി കൽപ്പിച്ചു തരുന്നതുമാകുന്നു. ആയത്ത് 115. ഖാലു യാ മൂസ ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. അവർ പറഞ്ഞു, മൂസ, താങ്കൾ ഇടുന്നുവോ അതോ ഞങ്ങൾ ഇടുന്നവരാകുന്നുവോ? ആയത്ത് 116. ഖാല അൽഖൂ. മൂസ പറഞ്ഞു, നിങ്ങൾ ഇടുക. ഫലമ്മ അൽഖൗ. അങ്ങനെ അവർ ഇട്ടപ്പോൾ സഹറു അയുനൻ നാസി. ആളുകളുടെ കണ്ണുകളെ അവർ മയക്കി. വസ്തർഹബൂഹും. അവർ അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു. പേജ് 639.
വജാഉ ബിസിഹ്റിൻ അളീം, വമ്പിച്ച ജാലവിദ്യയാണ് അവർ കൊണ്ടുവന്നത്. അവർ അവരുടെ വടികളും കയറുകളും നിലത്തിട്ടപ്പോൾ അവയെല്ലാം ചലിക്കുന്നതായി ആളുകൾക്ക് തോന്നി. യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ തോന്നിപ്പോയതാണ്. അവിടെ യാതൊന്നിനും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആയത്ത് 117. വഅൗഹൈനാ ഇലാ മൂസ അൻ അൽഖി അസ്വാക, നിന്റെ വടി നീ ഇട്ടേക്കുക എന്ന് മൂസാക്ക് നാം ദിവ്യബോധനം നൽകി. ഫഇദാ ഹിയ തൽഖഫു മാ യഫികൂൻ, അപ്പോഴതാ അവർ കൃത്രിമമായി ഉണ്ടാക്കിയതിനെ അത് വിഴുങ്ങുന്നു. ആയത്ത് 118. ഫവഖഅൽ ഹഖ് വബതല മാ കാനൂ യഅമലൂൻ, അങ്ങനെ സത്യം സ്ഥിരപ്പെട്ടു, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് തകരുകയും ചെയ്തു. ആയത്ത് 119. ഫഗുലിബൂ ഹുനാലിക, അങ്ങനെ അവിടെ വെച്ച് അവർ പരാജിതരായി. വൻഖലബൂ സ്വാഗിരീൻ, നിസ്സാരന്മാരായി അവർ പിൻവാങ്ങുകയും ചെയ്തു. അവർ എന്നിവിടെ പറഞ്ഞത് ഫിർഔനെയും അവൻ്റെ സഭക്കാരെയും സംബന്ധിച്ചാകുന്നു, ജാലവിദ്യക്കാരെ പറ്റിയല്ല. ആയത്ത് 120. ആ ജാലവിദ്യക്കാർ സുജൂദ് അഥവാ സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴുകയും ചെയ്തു. അവരുടെ ജാലവിദ്യ തകരുകയും മൂസാ നബി അലൈഹി സ്വലാമയുടെ ഇത് ജാലവിദ്യ അല്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അവരുടെ കയറുകളും വടികളും അപ്രത്യക്ഷമായത് അവർ കണ്ടു. വസ്തുക്കളെ പലതുമായി കാഴ്ചയിൽ തോന്നിപ്പിക്കാനേ ജാലവിദ്യ കൊണ്ട് സാധ്യമാകുകയുള്ളൂ, ഇല്ലാതാക്കാൻ കഴിയില്ല. ഇത് മനുഷ്യന് സാധ്യമായ കാര്യമല്ല, ഇത് ജാലവിദ്യ അല്ല എന്ന് അവർക്ക് ബോധ്യമായി. ദൈവിക സഹായം തന്നെ മനസാക്ഷിയെ ഒതുക്കി നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ മനസ്സ് അള്ളാഹുവിന് സുജൂദ് ചെയ്യുവാൻ അവരെ നിർബന്ധിച്ചു. ആയത്ത് 121. ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ, അവർ പറഞ്ഞു ലോകരക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ആയത്ത് 122. റബ്ബി മൂസ വ ഹാറൂൻ, മൂസ ഹാറൂൻ എന്നിവരുടെ രക്ഷിതാവിൽ. ആയത്ത് 123. ഖാല ഫിർഔനു ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും, ഫിർഔൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയോ? ലോകരക്ഷിതാവിൽ വിശ്വസിക്കണമെങ്കിൽ ഇയാളുടെ സമ്മതം കിട്ടണം പോലും. അതുകൂടാതെ വിശ്വസിച്ചാൽ മഹാപാതകം, എന്തൊരു ധിക്കാരം. പേജ് 640. ഇന്ന ഹാദാ ലമക്റും മകർതുമുഹു ഫിൽ മദീനത്തി ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ, ഈ നാട്ടുകാരെ ഈ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുവാനായി നിങ്ങൾ ഇവിടെ പ്രയോഗിച്ച ഒരു തന്ത്രം തന്നെയാണിത്. ഫസൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിഞ്ഞുകൊള്ളും. നിങ്ങളും മൂസ ഹാറൂൻ എന്നിവരും തമ്മിൽ ഗൂഢമായി പ്ലാനിട്ട് പ്രയോഗിച്ച ഒരു തന്ത്രമാണിത്. ഇവിടുത്തുകാരെ പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് സ്വൈരമായി ഇവിടെ ആധിപത്യം വാഴുവാൻ വേണ്ടിയാണ് നിങ്ങളിത് ചെയ്തത്. നിങ്ങളെ സിഹർ പഠിപ്പിച്ച നിങ്ങളുടെ വലിയ ഗുരുനാഥനാണ് മൂസ എന്ന് ഫിർഔൻ പറഞ്ഞതായി ത്വാഹ സൂറത്തിലുണ്ട്. പൊതുജനങ്ങളെ സമാധാനപ്പെടുത്തുവാനായി മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അവൻ പ്രയോഗിച്ച ഒരു പൊടിക്കൈയാണിത്. മൂസാ നബി അലൈഹിസ്സലാം കുട്ടിക്കാലം മുതൽ വളർന്നത് ഫിർഔന്റെ കൊട്ടാരത്തിലാണ്. പിന്നെ സ്ഥലം വിട്ടുപോയി. 8-10 കൊല്ലം വിദേശത്ത് കഴിച്ചുകൂട്ടി. ഇപ്പോൾ ഈജിപ്തിലേക്ക് വന്നതേയുള്ളൂ. ഈ സാഹിറുകളെ എല്ലാം പഠിപ്പിക്കാൻ തക്ക സമയവും സൗകര്യവും മൂസാ നബി അലൈഹി സ്വലാമക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഫിർഔന് നല്ലവണ്ണം അറിയാം. ചിന്തിക്കാത്ത പൊതുജനങ്ങൾ ഇത്തരം പൊടിക്കൈകളിൽ വഞ്ചിതരായി പോകും. ഫിർഔൻ ആ വിശ്വസിച്ചവരെ ഭയപ്പെടുത്തുന്നു. നിങ്ങളുടെ ശിക്ഷ പിന്നീട് നിങ്ങൾ അറിഞ്ഞുകൊള്ളും എന്ന്. നോക്കുക, അവൻ്റെ അഹങ്കാരം ഇവിടെ എത്തിയിരിക്കുന്നു. 100% ബോധ്യപ്പെട്ട പരമാർത്ഥം വിശ്വസിക്കണമെന്നെങ്കിൽ അവൻ്റെ അനുവാദം വാങ്ങണം പോലും, അല്ലാതിരുന്നാൽ ശിക്ഷിക്കും. എന്താണ് ശിക്ഷ? അത് വിവരിക്കുന്നു. ആയത്ത് 124. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ, നിശ്ചയമായും നിങ്ങളുടെ കൈകളും കാലുകളും പരസ്പരം എതിരായി ഞാൻ മുറിച്ചു കളയുക തന്നെ ചെയ്യും. അതായത് വലത്തെ കൈയും ഇടത്തെ കാലും, അല്ലെങ്കിൽ തിരിച്ചു. സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ, പിന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കഴുകിലേറ്റുക തന്നെ ചെയ്യും. നിശ്ചയം ഇതാണ് ശിക്ഷ. വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരം ശിക്ഷയും പീഡനവും അനുഭവിക്കേണ്ടി വരുന്നത് മഹാസങ്കടം തന്നെ. ഈ ലോകത്ത് ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് പരലോകം അള്ളാഹു വെച്ചത് വളരെ നന്നായി. അതിന് എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. ആയത്ത് 125. ഖാലൂ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്കാണല്ലോ മടങ്ങിപ്പോകുന്നത്. ഇത്തരം ശിക്ഷ അനുഭവിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. റബ്ബിൻ്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അതോടുകൂടി എല്ലാവരും റബ്ബിൻ്റെ മുമ്പാകെ ഹാജരാകാതെ ഒക്കുകയില്ല. ഞങ്ങളെ മുൻകൂട്ടി പറഞ്ഞയച്ചിട്ട് നിങ്ങൾക്കിവിടെ ശാശ്വതമായി നിൽക്കാൻ സാധ്യമല്ല. നിങ്ങളും അവിടെ വരും. അവിടെ വെച്ച് നമുക്ക് കണക്ക് പറയാം. അതുപോലെ നീതി നടപ്പിൽ വരുത്തുന്ന കോടതി വേറെയില്ല.
പേജ് 641, ആയത്ത് 126. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ. ഞങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അവയിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നല്ലാതെ യാതൊരു കുറ്റവും നീ ഞങ്ങളിൽ ചുമത്തി പറയുന്നുമില്ലല്ലോ എന്നും അവർ ഫിർഔനോട് പറഞ്ഞു. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ സഹനം ചൊരിഞ്ഞു തരയണമേ. വതവഫനാ മുസ്ലിമീൻ. ഞങ്ങളെ മുസ്ലിമുകളായി അഥവാ ആത്മാർപ്പണം ചെയ്തവരായി മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. ആ ശിക്ഷ നടപ്പിലാക്കിയോ ഇല്ലേ എന്നതിന് രേഖകളൊന്നും കാണുന്നില്ല. രാവിലെ ജാലവിദ്യക്കാരായി രംഗത്ത് വന്നവർ വൈകുന്നേരം രക്തസാക്ഷികളായിത്തീർന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും മറ്റും പറഞ്ഞതായി മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആയത്ത് 127. വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന. ഫിർഔനിന്റെ ജനതയിലെ പ്രമാണികൾ പറഞ്ഞു, അത്തദറു മൂസ വ ഖൗമഹു ലിയുഫ്സിദു ഫിൽ അർദി. മൂസയെയും കൂട്ടരെയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ഒഴിവാക്കി വിടുകയാണോ? വയദറക വ ആലിഹതക. അങ്ങയെയും അങ്ങയുടെ ദൈവങ്ങളെയും കൈവിടുവാനും. ഖാല സനുഖത്തിലു അബ്നാഅഹും വനസ്തഹ്യി നിസാഅഹും. അവൻ പറഞ്ഞു, അവരുടെ പുത്രന്മാരെ നാം കൊന്നൊടുക്കും, അവരുടെ പെണ്ണുങ്ങളെ നാം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. വഇന്നാ ഫൗഖഹും ഖാഹിറൂൻ. നിശ്ചയമായും നാം അവരുടെ മേൽ ആധിപത്യമുള്ളവരാകുന്നു. ഒരു സമുദായത്തിൽ ആണുങ്ങളെയെല്ലാം കൊന്നൊടുക്കുകയും പെണ്ണുങ്ങൾ മാത്രം ബാക്കിയാവുകയും ചെയ്താൽ ഈ പരമദുഷ്ടന്മാരുടെ കയ്യിൽ ആ പാവങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുക. എത്ര ഭയങ്കരം!